നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോകുന്നത് അതൊരിക്കലും പരാജയമല്ല. കാരണം അതിന് പിന്നിൽ പടച്ചവൻ്റെ വലിയ വലിയ തീരുമാനങ്ങൾ ഉണ്ടാവാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായി നമുക്ക് പലതും നഷ്ടപ്പെട്ടു പോയേക്കാം. ജോലിയാവാം, സമ്പത്താവാം, നമ്മൾ ഹൃദയം കൊണ്ട് നമ്മളെ വിട്ട് പിരിയരുതെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളും മക്കളും, അങ്ങനെ ആരുമാവാം. അപ്പോൾ നമ്മൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന്. നമ്മൾ യൂസുഫ് നബിയുടെ ചരിത്രം ഒന്ന് നോക്കിയാൽ, സ്വന്തം സഹോദരന്മാർ കിണറ്റിൽ തള്ളിയിടുന്നു, ശേഷം അടിമയായി വിൽക്കപ്പെടുന്നു, അതിനുശേഷം ചെയ്യാത്ത കുറ്റത്തിനു വേണ്ടി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു. പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല. വേർപാടുകൾക്കും കിണറിനും ആ ജയിലിനൊക്കെ അപ്പുറം അദ്ദേഹം മിസ്രിൻ്റെ രാജകുമാരനായി മാറുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിലെ വാതിലുകൾ അടയുന്നത് അതൊരിക്കലും ജീവിതം അവസാനിച്ചു എന്ന അർത്ഥത്തിലല്ല. കാരണം ആ അടഞ്ഞ വാതിലിന് പിന്നിൽ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയുകയില്ല. ചില സന്ദർഭങ്ങളിൽ നമ്മൾ കരഞ്ഞുകൊണ്ട് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്ന പല കാര്യങ്ങളും തിരിഞ്ഞു നോക്കുമ്പോൾ അതായിരുന്നു ശരി എന്ന് നമുക്ക് തോന്നിയേക്കാം.